സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും കുറച്ച് പുതിയ അറിവുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത് വിർച്വലൈസേഷനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കുറച്ചധികം സുഹൃത്തുക്കൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു വിർച്വലൈസേഷന്റെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുമെന്ന്. മാത്രവുമല്ല, ചിലരെല്ലാം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വിർച്വലൈസേഷനെ കുറിച്ച് മാനേജ്മെന്റ് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ അവർക്ക് പറയുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണെന്നും എന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ ഈ വിർച്വലൈസേഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. വിർച്വലൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇനിയൊരു ഇന്റർവ്യൂവിന് ആരെങ്കിലും വിർച്വലൈസേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെന്ന് കരുതുന്നു. ലൈവ് മൈഗ്രേഷൻ, ഫെയിൽ ഓവർ ക്ലസ്റ്ററിംഗ്, നിക് ടീമിംഗ്, സ്റ്റോറേജ് കൺസെപ്റ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ വിർച്വലൈസേഷന്റെ അറിവിനെ സംബന്ധിച്ച വലിയ ഒരു കടമ്പ കടന്നു എന്ന് തന്നെ പറയാം. ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു ലൈവ് എൻവയോൺമെന്റിലെ ഫിസിക്കൽ സെർവറുകളെ, അതായത് സെപ്പറേറ്റ് ഇരിക്കുന്ന സെർവറുകളെ ഒരു വിർച്വലൈസേഷൻ സെർവറിലേക്ക് മാറ്റുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ചെയ്യുവാൻ. ഹൈപ്പർവി മാനേജറിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെറും ബേസിക് മാത്രമാണ്. വിർച്വലൈസേഷൻ എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ഈ ക്ലാസ്സുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ എനിക്ക് നിർവാഹമില്ല. കാരണം DNS എന്താണെന്നും സ്റ്റോറേജ് കൺസെപ്റ്റ്സുകളായ NAS, SAN എന്നിവയൊക്കെ എന്താണെന്നും പലതരത്തിലുള്ള നെറ്റ്വർക്ക് കാർഡുകളുടെ ഫംഗ്ഷൻസ് എന്താണെന്നും കമ്പനിയിലെ ഫിസിക്കൽ സെർവറുകളുടെ ഡൗൺ ടൈം എങ്ങനെയാണ് ഒരു പരിധി വരെ കുറയ്ക്കുക എന്നൊന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഇവിടെ ഡൗൺ ടൈം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ചിലർക്ക് മനസ്സിലായി കാണില്ല. അതായത് ഓഫ് ആകാതെയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ആകാതെയോ ഫെയിൽ ആകാതെയോ ഒക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സെർവറുകളുടെ ഡൗൺ ടൈം കുറയ്ക്കുക എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഒരു വിർച്വലൈസേഷൻ സെർവറിലെ ലൈവ് മൈഗ്രേഷനും ഫെയിൽ ഓവർ ക്ലസ്റ്ററിംഗും നിക് ടീമിംഗും ഒക്കെ ഈസി ആയിട്ട് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഒരു ലൈവ് എൻവയോൺമെന്റിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാതി വഴിയിൽ നിർത്തിയ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ കൺട്രോളറിലെ യൂസേഴ്സിന്റെ പ്രോപ്പർട്ടീസിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനായി നമുക്കൊരു ആക്റ്റീവ് ഡയറക്ടറി റൺ ചെയ്യുന്ന സെർവറിലേക്ക് പോകാം. ഇപ്പോൾ 2016 സെർവറിലെ സെർവർ മാനേജർ ഡാഷ്ബോർഡാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നത് എടുക്കാം. ഇപ്പോൾ ആ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഡൊമൈനിന്റെ നെയിം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് test.com എന്നതാണ്. ആ test.com എന്ന ഡൊമൈനെ ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ യൂസേഴ്സ് എന്ന കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വലതുവശത്ത് നോക്കിയാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് യൂസേഴ്സുകളെ നമുക്കിവിടെ കാണാം. ഇതിലേതെങ്കിലും ഒരു യൂസറെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സ്മിത എന്ന യൂസറെ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നത് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഓരോരോ പർപ്പസുകൾക്കായുള്ള കുറച്ച് ടാബ്സുകൾ കാണാം നമുക്ക്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടാബ്സുകളായ ജനറൽ ടാബ്, അഡ്രസ് ടാബ്, അക്കൗണ്ട് ടാബ്, ടെലിഫോൺ ടാബ്, ഓർഗനൈസേഷൻ ടാബ്, മെമ്പർ ഓഫ് ടാബ് എന്നിവയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടുകളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ പ്രൊഫൈൽ എന്ന ടാബിനെ കുറിച്ചാണ്. ഈ പ്രൊഫൈൽ ടാബിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ലോക്കൽ പ്രൊഫൈൽസുകൾ എന്താണെന്നും റോമിംഗ് പ്രൊഫൈൽസുകൾ എന്താണെന്നും അതുപോലെ തന്നെ മാൻഡേറ്ററി പ്രൊഫൈൽസുകൾ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രൊഫൈൽസുകളെ കുറിച്ചാണ് നോക്കുവാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പാർട്ട് 10 ലോക്കൽ യൂസർ അക്കൗണ്ടുകളെ കുറിച്ചും ലോക്കൽ പ്രൊഫൈൽസുകളെ കുറിച്ചും ഒക്കെ ഒരു ബേസിക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ക്ലാസ് കാണാവൂ. ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ ക്ലാസ്സിലും കൂടെ ആവർത്തിച്ചാൽ സമയം കുറെ അധികം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അതൊന്നും ഇവിടെ വീണ്ടും പറയുന്നില്ല. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ നിങ്ങൾ കാണുക. ശരി, അപ്പോൾ എന്താണ് ഈ പ്രൊഫൈൽസുകൾ എന്നത് നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള യൂസർ പ്രൊഫൈൽസുകളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ ലോക്കൽ പ്രൊഫൈൽസ്, രണ്ടാമത്തെ റോമിംഗ് പ്രൊഫൈൽസ്, മൂന്നാമത്തെ മാൻഡേറ്ററി പ്രൊഫൈൽസ്. ഈ ഓരോ പ്രൊഫൈൽസുകളും എന്തിനാണ് ഈ പ്രൊഫൈൽസുകൾ യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ പ്രൊഫൈൽസുകൾ ഉപയോഗിക്കാം എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കാരണം ഈ 3 പ്രൊഫൈൽസുകളുടെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ കമ്പനികളിൽ സാധാരണയായി കണ്ടുവരുന്ന പല പ്രൊഫൈൽസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും. കൂടാതെ പണ്ടൊക്കെ പല കമ്പനികളിലും ജോലി സംബന്ധമായി പോകുന്ന സമയങ്ങളിൽ യൂസർ പ്രൊഫൈൽസുകൾ പ്രോപ്പറായി കോൺഫിഗർ ചെയ്യാത്തത് കൊണ്ടുള്ള ഒട്ടനവധി എററുകളും കണ്ടുവന്നിരുന്നു. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ശരി, അപ്പോൾ ആദ്യത്തെ പ്രൊഫൈലായ ലോക്കൽ യൂസർ പ്രൊഫൈൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ലോക്കൽ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂസേഴ്സിനെയാണ് നമ്മൾ ലോക്കൽ യൂസർ അക്കൗണ്ട്
അക്കൗണ്ട് എന്ന് പറയുക. അതായത് ഒരു വിൻഡോസ് 7-ലോ അല്ലെങ്കിൽ വിൻഡോസ് 8-ലോ അതും അല്ലെങ്കിൽ വിൻഡോസ് 10-ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ അക്കൗണ്ടുകളെയാണ് ലോക്കൽ യൂസർ അക്കൗണ്ടുകൾ എന്ന് പറയുക. ഈ യൂസർ അക്കൗണ്ടുകൾ ഏത് കമ്പ്യൂട്ടറിലാണോ ക്രിയേറ്റ് ചെയ്തത് ആ കമ്പ്യൂട്ടറിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒന്ന് നോക്കുക, ഇതൊരു ചെറിയ ഓഫീസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ കുറച്ച് കമ്പ്യൂട്ടറുകളും യൂസേഴ്സുകളും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 7-ഓ വിൻഡോസ് 8-ഓ അല്ലെങ്കിൽ വിൻഡോസ് 10-ഓ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഡൊമൈൻ കൺട്രോളറോ അല്ലെങ്കിൽ DNS സെർവറോ അങ്ങനെയുള്ള സെർവേഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. എല്ലാം തനിയെ വർക്ക് ചെയ്യുന്ന വർക്ക് ഗ്രൂപ്പ് കമ്പ്യൂട്ടറുകൾ മാത്രമാണ്. അതായത് ഡൊമൈൻ കൺട്രോളർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഡൊമൈനിലും ജോയിൻ ചെയ്തിട്ടില്ല ഈ കമ്പ്യൂട്ടറുകൾ. ഈ കമ്പ്യൂട്ടറിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യണം ഈ കമ്പ്യൂട്ടറിൽ തന്നെ പോയി യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഈ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ ഒരു യൂസർ അക്കൗണ്ട് വേണമെങ്കിൽ അത് ഈ കമ്പ്യൂട്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഇനി ഈ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ ഒരു യൂസർ അക്കൗണ്ട് വേണമെങ്കിൽ അത് ഈ കമ്പ്യൂട്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതായത് ഏതെല്ലാം കമ്പ്യൂട്ടറുകളിൽ യൂസർ അക്കൗണ്ട് വേണമോ ആ കമ്പ്യൂട്ടറുകളിൽ എല്ലാം തന്നെ നമ്മൾ പോയി ഓരോ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതെല്ലാം തന്നെ ലോക്കൽ കമ്പ്യൂട്ടറുകളാണ്. ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത യൂസർ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ കമ്പ്യൂട്ടറിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത യൂസർ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ കമ്പ്യൂട്ടറിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ കമ്പ്യൂട്ടറുകളിലെയും കാര്യങ്ങൾ. ഏതെല്ലാം കമ്പ്യൂട്ടറുകളിലാണോ നമ്മൾ ഇതുപോലെ ലോക്കൽ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതാത് കമ്പ്യൂട്ടറുകളിൽ മാത്രമേ ആ യൂസർ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരി, അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ലോക്കൽ കമ്പ്യൂട്ടറിൽ പോയി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ എന്റെ വിൻഡോസ് 10 കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ വിൻഡോസ് 10 കമ്പ്യൂട്ടറിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറിലെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്കൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. യൂസർ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ നമ്മൾ പാർട്ട് 10 വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. ക്ഷമിക്കുക, സമയം കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഈ ദിസ് PC എന്നതിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നത് എടുക്കുന്നു. ഇപ്പോൾ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ യൂസേഴ്സ് എന്നും ഗ്രൂപ്പ്സ് എന്നും നമുക്ക് കാണാം. ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ യൂസേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വലതുവശത്ത് നോക്കിയാൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 3-4 യൂസേഴ്സുകളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്മിത, മഹേഷ്, അലക്സ് എന്നിങ്ങനെയാണ് ആ യൂസർ അക്കൗണ്ടുകൾ. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂസർ അക്കൗണ്ടുകളുടെ കാര്യങ്ങളെല്ലാം എവിടെയാണ് സേവ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഡ്രൈവിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ഡ്രൈവിലായിരിക്കും ഡിഫോൾട്ടായി യൂസർ അക്കൗണ്ടുകൾ എല്ലാം തന്നെ സേവ് ആകുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു പേജ് എന്നത് ഒരു ലോക്കൽ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഒരു കൺസോൾ മാത്രമാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലോക്കൽ യൂസർ അക്കൗണ്ടുകളുടെ സെറ്റിംഗ്സുകൾ, കോൺഫിഗറേഷൻസുകൾ, ഡോക്യുമെന്റ്സുകൾ എന്നിങ്ങനെ ഒരു യൂസർ അക്കൗണ്ടിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തന്നെ സേവ് ആകപ്പെടുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവിലെ യൂസേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഈ വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് C ഡ്രൈവിലാണ്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ദിസ് PCയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ C ഡ്രൈവ് കാണിക്കുന്നുണ്ട്. ഈ C ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും യൂസേഴ്സ് എന്ന ഒരു ഫോൾഡർ. ഈ യൂസേഴ്സ് എന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് ഈ കമ്പ്യൂട്ടറിൽ ലോഗിൻ ആകുന്ന എല്ലാ യൂസർ അക്കൗണ്ടുകളുടെയും കാര്യങ്ങൾ സേവ് ആകപ്പെടുന്നത്. ഞാൻ ഈ യൂസേഴ്സ് എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ യൂസേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ യൂസർ അക്കൗണ്ടുകളുടെ നെയിംസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലാണ് ലോഗിൻ ആയിരിക്കുന്നത്. നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് നോക്കാം. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം കോണ്ടാക്ട്സ്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ്, ഫേവറേറ്റ്സ്, ലിങ്ക്സ്, മ്യൂസിക്, വൺ ഡ്രൈവ്, പിക്ചേഴ്സ്, സേവ്ഡ് ഗെയിംസ്, സെർച്ചസ്, വീഡിയോസ്. ഒരു യൂസർ അക്കൗണ്ട് ഫോൾഡറിന്റെ ഉള്ളിൽ ഈ കാണപ്പെടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുക. അതായത് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രൊഫൈലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഓരോ യൂസർ അക്കൗണ്ടുകൾക്കും തനിയെ പ്രൊഫൈൽസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഈ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഒരു യൂസർ അക്കൗണ്ടായ
ആയ അലക്സ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് നേരത്തെ കണ്ടതുപോലെ കോണ്ടാക്ട്സ്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാം. ഇനി അടുത്ത ഒരു യൂസർ അക്കൗണ്ട് നമുക്ക് എടുത്തു നോക്കാം. അതിനായി ഞാൻ ഈ ബാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്മിതയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് ആ ഡെസ്ക്ടോപ്പ്, കോണ്ടാക്ട്സ്, ഡൗൺലോഡ്സ്, പിക്ചേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഓരോ യൂസർ അക്കൗണ്ടുകൾക്കും സെപ്പറേറ്റ് ഓരോരോ ഫോൾഡറുകൾ അഥവാ പ്രൊഫൈൽസുകൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവിൽ യൂസേഴ്സ് എന്ന ഫോൾഡറിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓരോ യൂസർ ചെയ്യുന്ന കാര്യങ്ങളും അതാത് പ്രൊഫൈൽസുകളിലാണ് സേവ് ആകപ്പെടുക. അഡ്മിനിസ്ട്രേറ്റർ എന്തെങ്കിലും ഈ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പ്രൊഫൈലിന്റെ ഉള്ളിലാണ് കാണപ്പെടുക. അതുപോലെ തന്നെ മഹേഷ് എന്ന യൂസർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സേവ് ആകപ്പെടുന്നത് മഹേഷ് എന്ന പ്രൊഫൈലിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ സ്മിത ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സേവ് ആകപ്പെടുന്നത് സ്മിത എന്ന ഈ പ്രൊഫൈലിന്റെ ഉള്ളിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ലോഗിൻ ആയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലാണ്. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടുണ്ട്. ഞാനിത് റീനെയിം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ശരി, അപ്പോൾ ഞാനിത് എവിടെയാണ് സേവ് ചെയ്തത്? അഡ്മിനിസ്ട്രേറ്റർ എന്ന യൂസർ അക്കൗണ്ട് ലോഗിനായി ഡെസ്ക്ടോപ്പിലാണ് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ യൂസർ അക്കൗണ്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ അതാത് പ്രൊഫൈൽസുകളിൽ സേവ് ആകപ്പെടുന്നുണ്ടെന്ന്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ വീണ്ടും യൂസേഴ്സ് എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ യൂസർ അക്കൗണ്ടുകൾ എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അഡ്മിനിസ്ട്രേറ്റർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഡെസ്ക്ടോപ്പ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് എന്ന ഫോൾഡർ. ഡെസ്ക്ടോപ്പിൽ നമ്മൾ എന്തെല്ലാം സേവ് ചെയ്യുന്നുവോ അതെല്ലാം തന്നെ ഈ ഡെസ്ക്ടോപ്പ് എന്നതിന്റെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഞാൻ ഇവിടെ നിന്നും ഈ ടെസ്റ്റ് എന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഈ ഫോൾഡറിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നോക്കിയാലും ആ ഫോൾഡർ കാണുകയില്ല, കാരണം ഇതെല്ലാം സേവ് ആകുന്നത് ഒരേ ലൊക്കേഷനിൽ തന്നെയാണ്. ഇനി ഞാൻ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ദിസ് PC എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഡോക്യുമെന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്യുമെന്റ്സ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ സേവ് ചെയ്യാൻ പോവുകയാണ്. എന്ത് ഡോക്യുമെന്റ്സ് വേണമെങ്കിലും നമുക്കിവിടെ സേവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വേർഡ് ഡോക്യുമെന്റ്സ്, എക്സൽ ഡോക്യുമെന്റ്സ്, പവർ പോയിന്റ് ഡോക്യുമെന്റ്സ്, പിക്ചേഴ്സ്, അങ്ങനെയുള്ളത് എന്തും തന്നെ നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി കുറച്ച് ഫോൾഡറുകളും ഫയൽസുകളും ഒക്കെ ഈ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിന്റെ ഉള്ളിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ യൂസർ പ്രൊഫൈൽസുകൾ ക്രിയേറ്റ് ആകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. തുടർന്ന് ഇവിടെ നിന്നും ഡോക്യുമെന്റ്സ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോൾഡറുകളും ഫയൽസുകളും ഒക്കെ. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണോ ഓരോ യൂസർ അക്കൗണ്ടിലും ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ അതാത് യൂസർ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽസിലാണ് സേവ് ആകപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ ഡോക്യുമെന്റ്സിൽ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്ററുടെ ഡോക്യുമെന്റ്സിൽ മാത്രമേ കാണുകയുള്ളൂ. നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ ഡോക്യുമെന്റ്സിൽ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രൊഫൈൽ സേവ് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ മറ്റു ഒരു യൂസർ അക്കൗണ്ടിലും കാണാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ നിന്നും മഹേഷിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിന്നും ഡോക്യുമെന്റ്സ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. തുടർന്ന് ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു. അലക്സിന്റെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഡോക്യുമെന്റ്സ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെയും ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര യൂസർ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ യൂസേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതാത് യൂസർ അക്കൗണ്ടുകളുടെ പ്രൊഫൈൽസിലാണ് സേവ് ആകപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു യൂസർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ വിൻഡോ എല്ലാം ക്ലോസ് ചെയ്യുന്നു ഇവിടെ നിന്നും. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷട്ട് ഡൗൺ ഓർ സൈൻ ഔട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന അക്കൗണ്ട് സൈൻ ഔട്ട് ആകുന്നത് കാണാം. ഇനി നമ്മുടെ ആവശ്യം എന്നത് ഏതെങ്കിലും മറ്റൊരു യൂസറിൽ ലോഗിൻ ആകുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലാത്ത ബാക്കി യൂസേഴ്സിനെ എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ മഹേഷ് എന്ന യൂസറെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മഹേഷ് എന്നത് കാണാം. ഞാൻ മഹേഷിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ വെൽക്കം എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ മഹേഷ് എന്ന യൂസർ സ്വല്പ സമയത്തിനകം ലോഗിൻ ആകുന്നതാണ്. ഇപ്പോൾ മഹേഷ് എന്ന യൂസർ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ദിസ് PC എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് C ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് യൂസേഴ്സ് എന്ന ഫോൾഡർ കാണാം. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ ലോഗിനിൽ കണ്ടതുപോലെ എല്ലാ യൂസർ പ്രൊഫൈൽസുകളും ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെസ്ക്ടോപ്പിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നത് എടുക്കുന്നു.
ഇതിൽ ഫോൾഡർ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇതിന്റെ നെയിം ചേഞ്ച് ചെയ്ത് ഓറഞ്ച് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഫോൾഡർ എവിടെയാണ് സേവ് ആയിരിക്കുന്നതെന്ന്. മഹേഷ് എന്ന ഈ പ്രൊഫൈലിന്റെ ഉള്ളിൽ ഡെസ്ക്ടോപ്പ് എന്നതിന്റെ ഉള്ളിലാണ് സേവ് ആയിട്ടുണ്ടായിരിക്കുക. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ മഹേഷ് എന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ആ ഓറഞ്ച് എന്ന ഫോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? മഹേഷ് എന്ന യൂസറിലാണ് ഞാനിപ്പോൾ ലോഗിൻ ആയിരിക്കുന്നത്. ആ മഹേഷ് എന്ന യൂസർ ഡെസ്ക്ടോപ്പിലോ ഡോക്യുമെന്റ്സിലോ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ മഹേഷ് എന്ന പ്രൊഫൈലിന്റെ ഉള്ളിലാണ് സേവ് ആകപ്പെടുന്നത്. അല്ലാതെ സ്മിത എന്ന പ്രൊഫൈലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അലക്സ് എന്ന പ്രൊഫൈലിന്റെ ഉള്ളിലോ അല്ല. ഒരു ലോക്കൽ പ്രൊഫൈലിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ യൂസേഴ്സുകളും ചെയ്യുന്ന കാര്യങ്ങൾ അതാത് യൂസർ അക്കൗണ്ടുകളുടെ പ്രൊഫൈലിലാണ് സേവ് ആകപ്പെടുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ലോക്കൽ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാർട്ട് 10 ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു നോർമൽ യൂസർക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽസ് അല്ലാതെ മറ്റൊരു യൂസർ പ്രൊഫൈലും ഓപ്പൺ ചെയ്ത് നോക്കുവാനുള്ള പെർമിഷൻസ് ഉണ്ടായിരിക്കുകയില്ല. അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു യൂസറുടെ കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുന്നത് മഹേഷ് എന്ന ഒരു നോർമൽ യൂസറിലാണ്. നമുക്ക് ഈ അലക്സ് എന്ന പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഞാൻ അലക്സ് എന്ന ഈ പ്രൊഫൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. യു ഡോണ്ട് കറന്റ്ലി ഹാവ് പെർമിഷൻ ടു ആക്സസ് ദിസ് ഫോൾഡർ. അതായത് ഈ ഫോൾഡർ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നതാണ് പറയുന്നത്. ഞാൻ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മറ്റൊരു വിൻഡോ വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോൾഡർ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. മൈക്രോസോഫ്റ്റ് ഒരു സെക്യൂരിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഏതൊരു യൂസർ ലോഗിൻ ചെയ്താലും അവർക്കെല്ലാം തന്നെ സി ഡ്രൈവ് ഓപ്പൺ ചെയ്ത് യൂസേഴ്സ് എന്ന ഫോൾഡറിലെ യൂസർ പ്രൊഫൈൽസ് ഫോൾഡറുകളെല്ലാം തന്നെ കാണുവാൻ സാധിക്കും. പക്ഷേ ആ ഫോൾഡറുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ യൂഷ്വലി അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഒരു യൂസർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് മറ്റൊരു യൂസറുടെ ഡെസ്ക്ടോപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ കാണണമെങ്കിൽ ഇവിടെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഞാൻ അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയിരുന്നപ്പോൾ മഹേഷിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഒരു അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള യൂസർക്കോ അതും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് അറിയുന്ന ഒരു യൂസർക്കോ മാത്രമേ മറ്റൊരു യൂസർ പ്രൊഫൈലിനെ ആക്സസ് ചെയ്ത് നോക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കാര്യവും ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഒരു നോർമൽ യൂസർ അക്കൗണ്ടിന് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുക എന്ന് നമ്മൾ പാർട്ട് 10 പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ നിങ്ങൾ കാണുക. ശരി, അപ്പോൾ ഞാൻ ഈ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓരോ യൂസർക്കും തനിയെ പ്രൊഫൈൽസുകളാണ് ക്രിയേറ്റ് ആകപ്പെടുക. അതൊരു ലോക്കൽ യൂസർ ആണെങ്കിലും ശരി, ഇനി അതല്ല ഒരു ഡൊമൈൻ യൂസർ ആണെങ്കിലും സാധാരണഗതിയിൽ സെപ്പറേറ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആകപ്പെടും. ഡൊമൈൻ യൂസറുടെ പ്രൊഫൈൽ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതായത് റോമിംഗ് പ്രൊഫൈലിന്റെ ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഡൊമൈൻ ബേസ്ഡ് യൂസർ പ്രൊഫൈലിനെ പറ്റി ഇപ്പോൾ നമ്മൾ ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് സ്വല്പം കൂടെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു ഇവിടെ നിന്നും. തുടർന്ന് സ്റ്റാർട്ട് ബട്ടണിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മഹേഷ് എന്ന ഈ യൂസറിൽ നിന്ന് ലോഗ് ഔട്ട് ആകുന്നു. ഇപ്പോൾ ഇവിടെ സൈനിങ് ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും അഡ്മിനിസ്ട്രേറ്ററിൽ തന്നെ ലോഗിൻ ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ നിന്നും അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നു. തുടർന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ വെൽക്കം എന്ന് കാണിക്കുന്നുണ്ട്. സ്വല്പ സമയത്തിനകം തന്നെ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആകുന്നതാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഓഫീസിലേക്ക് പുതിയ 2 യൂസേഴ്സ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഓരോ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഞാനിവിടെ ദിസ് PC എന്നതിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് എന്നത് എടുക്കുന്നു. ഒരു നോർമൽ യൂസർ അക്കൗണ്ടിൽ ഇരുന്ന് നമുക്ക് പുതിയ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള യൂസർക്കോ മാത്രമേ ഒരു പുതിയ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയത്. ഇവിടെ നിന്നും ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്നത് എക്സ്പാൻഡ് ചെയ്ത് യൂസേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ബ്ലാങ്ക് ആയ ഭാഗത്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ യൂസർ എന്നത് എടുക്കുന്നു. ഇവിടെ യൂസറിനെ ഞാൻ രതീഷ് എന്ന് കൊടുക്കുന്നു. രതീഷിന് ആവശ്യമായ പാസ്വേഡ് ഇവിടെ താഴെ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് 1 2 3 4 എന്ന് കൊടുക്കാം. അത് തന്നെ താഴെയും എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഒന്നിലും ടിക്ക് മാർക്ക് ഇടുന്നില്ല. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. താഴെ ഞാൻ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് രണ്ടാമത്തെ യൂസറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ യൂസർ നെയിം ഞാൻ ഹരി എന്ന് കൊടുക്കുന്നു. താഴെ പാസ്വേഡ് 1 2 3 4 എന്ന് തന്നെ കൊടുക്കുന്നു. കൺഫേം പാസ്വേഡും 1 2 3 4 എന്ന് തന്നെ കൊടുക്കുന്നു. ടിക്ക് മാർക്കുകളെല്ലാം റിമൂവ് ചെയ്ത് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഈ വിൻഡോ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ആ 2 യൂസർ അക്കൗണ്ടുകളും ക്രിയേറ്റ്
ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി നിങ്ങളോട് ഒരു ചോദ്യം. നേരത്തെ സി ഡ്രൈവ് ഓപ്പൺ ചെയ്ത് അതിൽ യൂസേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ അലക്സ്, മഹേഷ്, സ്മിത എന്നീ യൂസർ പ്രൊഫൈൽസുകൾ അവിടെ കാണിച്ചിരുന്നു. അതുപോലെ ഈ ഹരി എന്ന യൂസർക്കും രതീഷ് എന്ന യൂസർക്കും അവിടെ പ്രൊഫൈൽസ് ഫോൾഡർ കാണിക്കുമോ ഇല്ലയോ? എത്ര പേര് മനസ്സിൽ യെസ് എന്ന് പറഞ്ഞു എന്നറിയില്ല. അങ്ങനെ യെസ് എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അത് തീർത്തും തെറ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ഭാഗം എന്നത് ഒരു യൂസർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വെറും ഒരു കൺസോൾ മാത്രമാണ്. ഇവിടെ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് എന്ന് വെച്ച് ആ യൂസർക്ക് ഒരിക്കലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആകപ്പെടുന്നില്ല. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഈ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. ഇവിടെ ദിസ് പി സി എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് യൂസേഴ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഹരി എന്ന യൂസറെയും കാണുന്നില്ല, രതീഷ് എന്ന യൂസറെയും കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്നത്, ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ എപ്പോഴാണോ ആ യൂസർ നെയിം വെച്ച് ലോഗിൻ ആകുന്നത് അപ്പോൾ മാത്രമേ ആ യൂസർക്ക് ഇതുപോലെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആകപ്പെടുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു യൂസർ അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്താൽ അവിടെ ഒരു പ്രൊഫൈൽ ജനറേറ്റ് ആകുകയില്ല. ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ വിൻഡോ എല്ലാം തന്നെ ഇവിടെ നിന്നും ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സൈനിങ് ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. സ്വല്പ സമയത്തിനകം സൈൻ ഔട്ട് ആവുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ ലോക്കൽ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ അക്കൗണ്ടുകളെല്ലാം തന്നെ ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത രതീഷ് എന്ന യൂസറെയും കാണാം, ഹരി എന്ന യൂസറെയും കാണാം. ഞാൻ രതീഷ് എന്ന ഈ യൂസറെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ രതീഷ് എന്ന് വന്നിട്ടുണ്ട്. രതീഷിന്റെ പാസ്വേഡ് ആയ 1234 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വെൽക്കം എന്ന് കാണിക്കുന്നുണ്ട്. ഒരു പുതിയ യൂസർ അക്കൗണ്ട് നമ്മൾ ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ലോഗിൻ ആകുവാൻ. നിങ്ങളിൽ പലരും ഒരു പക്ഷെ അത് നോട്ട് ചെയ്ത് കാണും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ രതീഷ് എന്ന യൂസർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആകപ്പെടുകയാണ് ഈ സമയത്ത് നടക്കുന്നത്. ഈ രതീഷ് എന്ന യൂസർക്ക് ആവശ്യമായ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, പിക്ചേഴ്സ്, ഡൗൺലോഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഫിഗർ ചെയ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്നത്. ഏതൊരു യൂസർ അക്കൗണ്ട് ആണെങ്കിലും ഫസ്റ്റ് ടൈം ഒരു കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ സമയം എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ രതീഷ് എന്ന ഈ യൂസർ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് ഇനി സി ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ദിസ് പി സി എന്നത് ക്ലിക്ക് ചെയ്യുന്നു. സി ഡ്രൈവിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. യൂസേഴ്സ് എന്ന ഫോൾഡർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഈ രതീഷ് എന്ന യൂസർക്കും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കോണ്ടാക്ട്സ്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ രതീഷ് എന്ന യൂസർക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്യാൻ ഉള്ളതിനാലാണ് ആദ്യമായി ഈ യൂസർ ലോഗിൻ ചെയ്തപ്പോൾ സമയമെടുത്തത്. ഇനി നെക്സ്റ്റ് ടൈം മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ രതീഷ് എന്ന യൂസർക്ക് പെട്ടെന്ന് തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഓൾറെഡി ഇവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഹരി എന്ന യൂസർക്ക് ഇവിടെ പ്രൊഫൈൽ ഒന്നും തന്നെ കാണുന്നില്ല. കാരണം ഹരി എന്ന യൂസർ ഇതുവരെ ലോഗിൻ ആയിട്ടില്ല. അങ്ങനെ ഹരി എന്ന യൂസർ ലോഗിൻ ചെയ്താൽ മാത്രമേ ഹരിക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ആകപ്പെടുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഒരു യൂസർക്ക് പ്രൊഫൈൽസുകൾ ക്രിയേറ്റ് ആകപ്പെടുന്നത് എന്നതിനെ പറ്റി ഒന്ന് നോക്കാം. അതിനായി ഞാനിവിടെ സി ഡ്രൈവിലെ യൂസേഴ്സ് എന്ന ഫോൾഡറിന്റെ ഉള്ളിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫോൾഡർ ഓപ്ഷൻസ് എന്ന ചെറിയ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ സെറ്റിംഗ്സിൽ ഷോ ഹിഡൻ ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് എന്നത് കാണാം. ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായി പല ഫോൾഡേഴ്സുകളും ഫയൽസുകളും ഒക്കെ ഹിഡൻ മോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഹിഡൻ ആയി കിടക്കുന്ന കാര്യങ്ങളെ കാണണമെങ്കിൽ ഇവിടെ ഷോ ഹിഡൻ ഫയൽസ്, ഫോൾഡേഴ്സ് എന്നത് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യുന്നു, താഴെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിഫോൾട്ട് എന്ന ഒരു ഫോൾഡർ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഫോൾഡർ വിൻഡോസ് തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നോർമലി കാണുവാൻ സാധിക്കാഞ്ഞത്. ഞാൻ ഈ ഡിഫോൾട്ട് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ രതീഷ് എന്ന യൂസറുടെ പ്രൊഫൈൽ ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോഴും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെയും കണ്ടത്. അഡ്മിനിസ്ട്രേറ്ററുടെ പ്രൊഫൈൽ ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോഴും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെയും കണ്ടത്. ഏതൊരു യൂസർ അക്കൗണ്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്താലും ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ് എന്നിങ്ങനെ ഇവിടെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കാണിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു പുതിയ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ അക്കൗണ്ട് എപ്പോഴാണോ കമ്പ്യൂട്ടറിൽ ലോഗിൻ ആകുന്നത് ആ സമയത്ത് ഈ ഡിഫോൾട്ട് എന്ന ഫോൾഡറിന്റെ ഉള്ളിലെ എല്ലാ
കാര്യങ്ങളും ആ പുതിയ യൂസർ അക്കൗണ്ട് പ്രൊഫൈലിലേക്ക് കോപ്പി ആകപ്പെടുന്നു. അതുകൊണ്ടാണ് ഏതൊരു യൂസർ പ്രൊഫൈൽസ് ഫോൾഡറുകളും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ ഹരി എന്ന ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ഹരി എന്ന യൂസർക്ക് ഇവിടെ ഇപ്പോഴും പ്രൊഫൈൽ ഫോൾഡറുകൾ ഒന്നും തന്നെ ക്രിയേറ്റ് ആകപ്പെട്ടിട്ടില്ല. ഈ ഹരി എന്ന യൂസർ ആദ്യമായി എപ്പോഴാണോ ലോഗിൻ ആകുന്നത് ആ സമയത്ത് യൂസേഴ്സ് എന്ന ഫോൾഡറിൽ ഹരി എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഫോൾഡറിലേക്ക് ഈ ഡിഫോൾട്ട് എന്ന ഫോൾഡറിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹരി എന്ന ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോപ്പി ആകപ്പെടുന്നു. നമുക്ക് അങ്ങനെ കോപ്പി ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ഞാൻ ഈ ഡിഫോൾട്ട് ഫോൾഡറിലെ ഡെസ്ക്ടോപ്പ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ഫയൽസുകളും ഫോൾഡേഴ്സുകളും ഒന്നും തന്നെയില്ല. ഞാൻ ഈ ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ന്യൂ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ആഹാ, ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള യൂസർക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് അറിയുന്ന യൂസർക്കോ മാത്രമേ ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് രതീഷ് എന്ന യൂസറിലാണ്. ഈ രതീഷ് എന്നത് ഒരു സാധാരണ യൂസർ മാത്രമാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ. ഈ ഡിഫോൾട്ട് എന്ന ഫോൾഡറിൽ എന്ത് ചേഞ്ചസുകൾ വരുത്തണമെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് രതീഷ് എന്ന ഒരു സാധാരണ യൂസറിലാണ്. അതെങ്ങനെയാ ചെക്ക് ചെയ്യുക എന്നത് നോക്കാം നമുക്ക്. അതിനായി ഞാൻ സ്റ്റാർട്ട് ബട്ടണിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റൺ എന്നത് എടുക്കുന്നു. ഇവിടെ CMD എന്നത് ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് OK ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. യൂഷ്വലി ഇവിടെ ഏത് യൂസർ അക്കൗണ്ടിലാണ് ലോഗിൻ ആയിരിക്കുന്നത് ആ നെയിം ആയിരിക്കും കാണിക്കുക. ഇനി അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ who am I ഒരു സ്പേസ് ഇട്ടതിന് ശേഷം /all എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഞാൻ ആ കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെയിം / ഏത് യൂസർ അക്കൗണ്ട് ആണോ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ യൂസർ അക്കൗണ്ടിന്റെ SID എന്താണ് എന്നതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ SID എന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അത് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. തൊട്ട് താഴെ ഗ്രൂപ്പ് ഇൻഫർമേഷൻ എന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഈ യൂസർ ഏതൊക്കെ ഗ്രൂപ്പിൽ മെമ്പർ ആണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. സമയം കുറവായതുകൊണ്ട് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീണ്ടും താഴെ പ്രിവിലേജസ് ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ട് എന്നുള്ളതിന്റെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു യൂസർക്ക് എന്തെല്ലാം പെർമിഷൻസ്, പ്രിവിലേജസ് ഉണ്ട് എന്നതൊക്കെ അറിയണമെങ്കിൽ who am I എന്ന ഈ കമാൻഡ് ഇവിടെ യൂസ് ചെയ്യാം. അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ശരി, അപ്പോൾ നമുക്ക് വീണ്ടും ഡിഫോൾട്ട് എന്ന ഫോൾഡറിലേക്ക് പോകാം. ഇവിടെ ഒരു ന്യൂ ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് കൊടുക്കുന്നു. തുടർന്ന് യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ന്യൂ ഫോൾഡർ എന്നത് കാണിക്കുന്നുണ്ട്. ഞാനത് റീനെയിം ചെയ്യുന്നു. എന്നിട്ട് വെൽക്കം ടു ദിസ് കമ്പനി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതായത് ഞാൻ മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ ഈ കമ്പനിയെ കുറിച്ചും ഒരു യൂസർ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളുമെല്ലാം കോപ്പി ചെയ്യാനുള്ള ഒരു ഫോൾഡർ, അതാണ് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫോൾഡർ ഇവിടെ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഈ ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും യൂസർ അറിഞ്ഞിരിക്കേണ്ട കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ ഈ കമ്പ്യൂട്ടറിന്റെ ബാക്കപ്പ് ടൈമിംഗ് ഒക്കെ കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡെസ്ക്ടോപ്പിൽ ഈ വെൽക്കം ടു ദിസ് കമ്പനി എന്ന ഫോൾഡർ വരികയും കൂടാതെ ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമുക്ക് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചു നോക്കുവാനും സാധിക്കും. ഇനി നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വിൻഡോസുകളും ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് എന്നത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ രതീഷ് എന്ന യൂസർ സൈനിങ് ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഹരി എന്ന യൂസറിൽ നമ്മൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ലോഗിൻ ആകാൻ പോകുന്നത് ഹരി എന്ന യൂസറിലാണ്. ഞാൻ ഇവിടെ ഹരി എന്ന യൂസറെ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് താഴെ ഹരിയുടെ പാസ്വേഡ് കൊടുക്കുന്നു. ഇനി എന്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഹരി എന്ന യൂസർക്ക് C ഡ്രൈവിൽ യൂസേഴ്സ് എന്ന ഫോൾഡറിൽ ഒരു പ്രൊഫൈൽ ഫോൾഡർ ക്രിയേറ്റ് ആകുകയും ആ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ഡിഫോൾട്ട് എന്ന ഫോൾഡറിന്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്നെ കോപ്പി ചെയ്യുകയും ചെയ്യുന്നു. നമ്മളൊരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ വെൽക്കം ടു ദിസ് കമ്പനി എന്ന ഒരു ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഡെസ്ക്ടോപ്പിൽ വരുമോ എന്ന് നോക്കാം നമുക്ക്. ഒരു യൂസർ ആദ്യമായി ലോഗിൻ ആകുമ്പോൾ സ്വല്പം സമയം എടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരു യൂസർക്ക് ആവശ്യമായ എല്ലാ സെറ്റിംഗ്സുകളും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാളിങ്ങും കോൺഫിഗറേഷൻസും ഒക്കെയാണ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊരു പുതിയ യൂസറും ഫസ്റ്റ് ടൈം ലോഗിൻ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത്. ഇപ്പോൾ ആ ഹരി എന്ന പുതിയ യൂസർ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. നമ്മൾ
ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരുന്ന ആ വെൽക്കം ടു ദിസ് കമ്പനി എന്ന ഫോൾഡറും ഇവിടെ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ യൂസർക്ക് വേണമെങ്കിൽ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒക്കെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വായിച്ചു നോക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. ഇതൊരു ലോക്കൽ കമ്പ്യൂട്ടർ ആണ്, അതായത് ഡൊമൈനിലൊന്നും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല ഈ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ നമ്മളൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ആ യൂസറെ പൊതുവായി ലോക്കൽ അക്കൗണ്ട് യൂസർ എന്നാണ് പറയുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലോക്കൽ യൂസറുടെ പ്രൊഫൈൽസിനെ നമ്മൾ സാധാരണയായിട്ട് പറയുക ലോക്കൽ പ്രൊഫൈൽസ് എന്നുള്ളതാണ്. ഓരോ പുതിയ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും അവിടെ സംഭവിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത അതേ ഡ്രൈവിൽ യൂസേഴ്സ് എന്ന ഫോൾഡറിൽ ആ പുതിയ യൂസർ അക്കൗണ്ട് ഫോൾഡർ ക്രിയേറ്റ് ആകപ്പെടുകയും ആ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ഡിഫോൾട്ട് ഫോൾഡറിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ കോപ്പി ആകപ്പെടുകയും ചെയ്യുന്നു. ഈ ഡിഫോൾട്ട് ഫോൾഡറിന്റെ ഉള്ളിൽ നമ്മൾ കോപ്പി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ പുതിയ യൂസർ ലോഗിൻ ആകുമ്പോഴും അവരുടെ പ്രൊഫൈലിൽ അത് കാണുവാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ ഹരി എന്ന യൂസറിൽ കണ്ടതുപോലെ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചധികം സമയമായി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട്. അധികമായാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ലോക്കൽ പ്രൊഫൈലിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുവാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. പ്രൊഫൈൽസുകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ക്ലാസ്സിലും ആവർത്തിക്കുന്നു. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ചെയ്തു നോക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.